കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഹരിപ്രിയക്കറിയോ സുപ്രിയാന്റിയുടെ മരണശേഷം ഡി കെ എങ്ങനെയാ ജീവിച്ചെന്ന്? സമാധാനമായിട്ട് ഒരു ദിവസം പോലും ഉറങ്ങിയിട്ടില്ല, ഉണ്ടിട്ടില്ല, ആരോടും സംസാരിച്ചിട്ടില്ല. എല്ലാവരോടും ദേഷ്യം. സമനില തെറ്റിയതുപോലെയാ ഡി കെ ജീവിച്ചത്. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയിട്ടും ഡി കെ ആരോടും ഒന്നും സംസാരിച്ചിട്ടില്ല. ചോദിക്കുന്നതിന് മാത്രം മറുപടി പറയും. ഓരോ നിമിഷവും സുപ്രിയാന്റിയുടെ ഓർമ്മകളിലാണ് ഡി കെ ജീവിച്ചത്. അവിടെ നിന്ന് ഞങ്ങൾ ഡി കെ മടക്കിക്കൊണ്ടുവന്നത് എത്ര ബുദ്ധിമുട്ടിയിട്ടാണെന്നറിയോ? അങ്ങനെ ഇരിക്കുമ്പോഴാ സുപ്രിയാന്റിയുടെ അവസാനത്തെ കത്ത് ഡി കെക്ക് കിട്ടുന്നത്. അതില് കല്യാണം കഴിക്കണമെന്ന് ഡി കെയുടെ സുപ്രിയാന്റി നിർബന്ധിച്ച് പറഞ്ഞിരുന്നു. ഹരിപ്രിയക്ക് അറിയാമോ, ഡി കെക്ക് ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാൻ ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടു. ഈ ജ്യോതിയെ കണ്ടുപിടിച്ചതുപോലെ ഞങ്ങളൊരു ഇന്റർവ്യൂ നടത്തി. അവിടെ പോലും കള്ളവേഷത്തിലാ ജ്യോതി വന്നത്. വിവാഹം കഴിഞ്ഞും ഡി കെയും ജ്യോതിയും അടുപ്പത്തിലായിരുന്നില്ല. ഇതൊക്കെ നിങ്ങൾ എന്നോട് പറയുന്ന എന്തിന്? എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഹരിപ്രിയയ്ക്ക് മാത്രമേ ഇപ്പൊ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. ജ്യോതിയും ഡി കെയും ഇപ്പൊ രണ്ട് ധ്രുവങ്ങളിലാ. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും ആവുമ്പോ ചില സൗന്ദര്യ പിണക്കങ്ങൾ പതിവല്ലേ? അവര് തമ്മിൽ ഇനി ഒന്നിക്കാനൊന്നും പോകുന്നില്ല എന്ന് ആര് പറഞ്ഞു? ഇവിടെ ഡിവോഴ്സിനുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ജ്യോതിയെ വിശ്വസിച്ച് ഇനി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഡി കെക്ക് പറ്റില്ല. ഡി കെക്ക് പുതിയൊരാള് വന്നേ പറ്റൂ. ഹരിപ്രിയയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവും. സുപ്രിയാന്റിയുടെ സ്ഥാനത്തേക്ക് ഹരിപ്രിയയ്ക്ക് വന്നൂടെ? ഞെട്ടണ്ട. ഹരിപ്രിയയും സുപ്രിയാന്റിയും തമ്മിൽ ഒരു നോട്ടം കൊണ്ട് പോലും വ്യത്യാസമില്ല. അത് ഡി കെക്ക് കൂടി തോന്നണ്ടേ? നിങ്ങൾ പറയുന്ന ഈ കാര്യം ഡി കെ സമ്മതിക്കോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഡി കെക്ക് സുപ്രിയോടാണ് ഇഷ്ടം, ഹരിപ്രിയോടല്ല. അത് മാറ്റിയെടുക്കാൻ ഹരിപ്രിയ വിചാരിച്ചാൽ സാധിക്കില്ലേ? എന്തായാലും ജ്യോതി ഡി കെയുടെ ജീവിതത്തിൽ നിന്ന് ഉടനെ ഒഴിഞ്ഞു പോവും. ആ സ്ഥാനത്തേക്ക് ഹരിപ്രിയയ്ക്ക് വന്നൂടെ? ഇപ്പോഴും സുപ്രിയാന്റിയുടെ ഓർമ്മകൾ ഉള്ളിന്റെ ഉള്ളിൽ നിധി പോലെ സൂക്ഷിക്കുന്ന ഡി കെക്ക് ഹരിപ്രിയയെ സുപ്രിയാന്റിയായിട്ട് കാണാൻ ഒരു വിഷമം ഉണ്ടാവില്ല. ഇക്കാര്യം പറയാനാ ഞങ്ങൾ വന്നത്. ഹരിപ്രിയ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞങ്ങള് കൂടെ നിൽക്കാം. സുപ്രിയാന്റിയുടെ മരണശേഷം ഒരിക്കൽ ഡി കെയുടെ ജീവിതത്തിലേക്ക് വരാൻ അമ്മ ഹരിപ്രിയെ ക്ഷണിച്ചതല്ലേ? ഹരിപ്രിയയ്ക്കോ അത് ഇഷ്ടമായിരുന്നു എന്ന് അമ്മ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഡി കെ സമ്മതിക്കാത്തതുകൊണ്ട് അന്നത് നടന്നില്ല. ആ ഒരു മോഹം ഇപ്പോഴും ഹരിപ്രിയയുടെ ഉള്ളിൽ ബാക്കിയില്ലേ? സുപ്രിയാന്റിയും ഹരിപ്രിയയും രണ്ടാണ്, സമ്മതിച്ചു. പക്ഷേ വിചാരിച്ചാൽ ഒന്നാകാനും കഴിയും. ആലോചിച്ച് മറുപടി പറഞ്ഞാ മതി. നിങ്ങൾ പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ട്. പക്ഷേ ഹരിപ്രിയ ഡി കെയുടെ മനസ്സിൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ? പക്ഷെ എനിക്കറിയാം. നിങ്ങൾ ഈ പറയുന്നതൊന്നും ഡി കെയുടെ മനസ്സിലുണ്ടാവില്ല. വെറുതെ പുലിവാല് പിടിക്കാതെ പോയി വേറെ വല്ലതും ആലോചിക്കും. ഞങ്ങള് നല്ലോണം ആലോചിച്ചിട്ടായി തീരുമാനം എടുത്തത്. ഇനി ഹരിപ്രിയ കൂടി ഓക്കെ പറഞ്ഞാ നമുക്ക് ഡി കെ കൊണ്ട് സമ്മതിപ്പിക്കാൻ ശ്രമങ്ങൾ ആരംഭിക്കാം. ധൃതിയില്ല, സാവധാനം പറഞ്ഞാ മതി. അവസരം ആർക്കു മുന്നിലും ഒന്നിലധികം തവണ വരാറില്ല. ആ മൂന്നെണ്ണത്തിന്റെ ഉള്ളിൽ നല്ല വിഷമുണ്ട്. പക്ഷേ ഇപ്പൊ അവർ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഡി കെയോടെ എല്ലാം തുറന്നു പറയണം. എന്തായാലും ഒരു കാര്യം തീർച്ചയായി, ഡി കെയുടെ ഉള്ളിൽ ഇപ്പോഴും സുപ്രിയയുണ്ട്. ഈ അവസരം ഉപയോഗിക്കണം. ഡി കെയോടെങ്കിലും സത്യം പറഞ്ഞേ പറ്റൂ.
നമസ്കാരം. ഇതാര്? ജാവേദോ? ഇരിക്കടോ. കഴിക്കേ. സാറാ പറഞ്ഞ കാശ് കിട്ടിയിരുന്നെങ്കിൽ എനിക്കങ്ങ് പോവായിരുന്നു. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. പിന്നാലെ ആളുണ്ട്. ഏത് സമയം അവരെന്നെ പൊക്കും. നീ വലിയൊരു തുക വാങ്ങിയിട്ടാണ് അവിനാഷിനെ ഒറ്റ കൊടുത്തതെന്ന് എനിക്കറിയാം. എന്നിട്ടാ എന്നോട് നീ കാശി ചോദിക്കുന്നത്? സത്യം പറ ജാവേദേ, നീ ആർക്കു വേണ്ടിയാ അവിനാഷിനെ ഒറ്റ കൊടുത്തത്? സാർ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ അവിനാശിനെ ഒറ്റ കൊടുത്തെന്ന് സാറിനോട് ആരാ പറഞ്ഞത്? അവിനാശ് സാർ എൻ്റെ ചങ്ക. സാറ് മരിച്ചതിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് ഞാനാ. എന്നിട്ട് അവിനാഷിനെ ആ കല്യാണം നടക്കുന്ന സ്ഥലത്ത് കൊണ്ട് വിട്ടിട്ട് നീ എവിടേക്കാ പോയത്? പിന്നെ നിന്റെ പൊടി പോലും ഇല്ലായിരുന്നല്ലോ കണ്ടുപിടിക്കാൻ. കൊച്ചിയിലെ ഒരു 3-ാം കിട ഹോട്ടലില് പേടിച്ചു വിറച്ച് ഒളിച്ച് താമസിച്ചിരുന്ന നിന്നെ ഞാൻ അവിടുന്ന് പൊക്കിയെടുക്കുമ്പോ നീ വിറയ്ക്കുമായിരുന്നല്ലോ. അപ്പോഴേ എനിക്ക് മനസ്സിലായി നീയാ അതിന്റെ പിന്നിലെന്ന്. എന്റെ പൊന്നു മൂർത്തി സാറേ, അതുകൊണ്ടൊന്നും അല്ല. ഞാൻ അവിനാശ് സാറിനെ അവിടെ കൊണ്ട് വിട്ടിട്ട് ഒന്ന് സിഗരറ്റ് വലിക്കാൻ പുറത്തു പോയതാ. അവിടെ ചെന്നപ്പോ ഒരാളെ കണ്ട് കുറച്ച് സംസാരിച്ചു പോയി. തിരിച്ചു വന്നപ്പോ കാറിനടുത്ത് ആളും കൂട്ടമൊക്കെ നിൽക്കുന്നതാ കണ്ടത്. അവിടെ നിന്നാ പോലീസ് എന്നെ പൊക്കോന്നുള്ളത് കൊണ്ടാ സ്ഥലം വിട്ടത്. അല്ലാതെ സാറ് പറയുന്ന പോലെ ഞാൻ ആരെ ഒറ്റ കൊടുത്തിട്ടൊന്നുമില്ല. ജാവേദേ, വെടിക്കെട്ടുകാരനെ ഉടുക്കൂട്ടി പേടിപ്പിക്കല്ലേ. നിന്നെക്കാളും വലിയ ക്രിമിനലാ ഞാൻ. എനിക്കറിയാം നിന്റെ ഉള്ളിൽ എന്താണെന്ന്. സാറൊന്ന് ചുമ്മാ ഇരിക്കും സാറേ, അങ്ങനെ ഒന്നുമില്ല. ഹലോ, ഇതിന് നീ വലിയ വില കൊടുക്കേണ്ടി വരും.
സർ അകത്തുണ്ട് സർ. സർ ദേ താക്കോലെടുക്ക്, തുറക്കടോ. ദാ. ഇങ്ങോട്ട് ഇറങ്ങി വേടാ. നിനക്ക് ഞാൻ കാണിച്ചു തരാം. പിടിക്കവനെ, പിടിച്ച് കയറ്റടോ, കൊണ്ടുവാ. വിടു സാറേ, ഞാൻ എന്തോ കേട്ടാ. നീ അനുഭവിക്കൂടി ഇതിന്റെ പിടിച്ച് കയറ്റടോ അവനെ. നീ സൂക്ഷിച്ചോ. അത് ഞാനങ്ങ് സഹിച്ചു. ഓ സർ, ഒരാളും കൂടി ഉണ്ട്. എവിടെ? ദാ അവിടെ ആയിട്ടുണ്ട്. വാ. സർ എവിടെ? ഇവിടെ ഉണ്ടായിരുന്നു. ശ്ശെ. ശ്ശെ. എവിടെയാണ് കുട്ടി? സർ, ഞാൻ വന്നപ്പോ അയാള് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ വടി വെച്ച് അയാളെ അടിച്ചിട്ടതായിരുന്നു. ബോധം കിട്ടിയ അയാൾ ഇവിടെ വീണിരുന്നു. എന്നിട്ട് എവിടെ? ആ എനിക്കറിയില്ല. ആ മൂർത്തിയില്ല സർ, അയാളായിരുന്നു. ഓ, അയാളെ രക്ഷപ്പെട്ടു കാണും. വാ. ശ്ശെ. സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? എപ്പോഴാ ഇത് സംഭവിച്ചത്? പോലീസ് അയാളെ കൊണ്ടുപോയോ? നിങ്ങൾക്ക് എവിടുന്ന് ഈ വിവരം കിട്ടിയേ? സ്റ്റേഷനിൽ നിന്നോ? ഉറപ്പാണല്ലോ അല്ലേ? ശരി, ഓക്കെ, സംസാരിക്കാം. താങ്ക് യു. എന്താ മൈച്ചി, ആരാ വിളിച്ചേ? ചിത്രേ, ആ ജാവേദിനെ അറസ്റ്റ് ചെയ്തു. ഏത് ജാവേദിനെ? അവിനാശിന്റെ കൂടെ ഉണ്ടായിരുന്ന ജാവേദിനെ? അതെ, അല്പം മുമ്പ് ഒഴിഞ്ഞ ഒരു വീട്ടിൽ നിന്നും അയാളെ പിടികൂടിയത്. അവിനാശിന്റെ കൊലപാതകത്തിന്റെ യഥാർത്ഥ പ്രതി ആരാണെന്ന് ഇനി തെളിയും. പിന്നെ തെളിയാതെ അവനല്ലേ അവിനാശിനെ അവിടെ കൊണ്ടുവിട്ടത്? ജാവേദിന് ഇതിനകത്ത് എന്തെങ്കിലും മനസ്സറിവുണ്ടാവുമെന്ന് ഞാൻ അന്നേ കരുതിയതാ. ഇല്ലെങ്കിൽ പിന്നെ ഏട്ടനെ എവിടെ കൊണ്ടുവിട്ട ആള് ഏട്ടൻ മരിച്ചതിന് ശേഷം ഇത്രയും നാൾ എവിടെയായിരുന്നു? എന്തിനാ ഒളിച്ചു കടന്നു പോയത്? പോലീസ് എവിടെയെല്ലാം അന്വേഷിച്ചിട്ടും അയാളെ കിട്ടിയില്ല. അയാൾ ഒളിവിൽ പോയതിനർത്ഥം അയാൾക്കിതില് എന്തെങ്കിലും മനസ്സറിവുണ്ടെന്ന് തന്നെയല്ലേ? എത്ര പേരാ ഇതിന്റെ പേരിൽ പീഡനം അനുഭവിച്ചത്. ജ്യോതിയെ അറസ്റ്റ് ചെയ്തോണ്ട് പോയി തല്ല വരെ ചെയ്തു. ആ ACPയുടെ ഒരു അന്വേഷണ നാടകമല്ലേ നടന്നത്? പ്രഹസനം അല്ലാതെന്താ? ഈ വീട്ടിലുള്ളവരെ എങ്ങനെയെങ്കിലും കുറ്റവാളികളാക്കി ജയിലിലടയ്ക്കാൻ അവര് നടത്തിയ ശ്രമങ്ങളാ ഇതിന്റെ എല്ലാം പിന്നില്. അതുകൊണ്ടെന്താ, DK തന്നെ ഇടപെട്ട് അവരെ എല്ലാം അങ്ങ് മാറ്റി. ഇപ്പൊ എവിടെയാണെന്ന് ഒരു പിടിയുമില്ല. ഇതിനിടയ്ക്ക് ജ്യോതി ഇതെവിടെ പോയതാ? കുറെ നേരമായാലും പോയിട്ട്. ആരോടും ഒന്നും പറഞ്ഞിട്ടുമില്ല. ചിത്ര, നിന്നോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല, എന്നോടൊന്നും പറഞ്ഞില്ല. ഈയിടെയായിട്ട് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെയാ ജ്യോതിയുടെ പോക്ക്. തോന്നുമ്പോ പോവാ, തോന്നുമ്പോ വരിക, ഒരാളോടും പറയാതിരിക്കുക. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ചോദിക്കാനും പറയാനും ഈ വീട്ടിൽ ആരും ഇല്ലെന്നാണോ? അവളുടെ ഈ പോക്ക് അവസാനിപ്പിച്ചേ പറ്റൂ. ചിത്രേ, നീ എന്താ ഒന്നും പറയാത്തത്? ഞാൻ എന്ത് പറയാനാ മയച്ചി? ദുഷ്ടനാണെങ്കിലും അവിനാശിന്റെ ഏട്ടനായിരുന്നു. അയാളെ കൊന്ന യഥാർത്ഥ പ്രതി ആരാണെന്ന് എനിക്കറിയണം. അതാരായാലും എന്റെ ഏട്ടനെ കൊണ്ട് അത്രയ്ക്കും സങ്കടം അനുഭവിച്ച ഒരാളായിരിക്കും. അതെനിക്ക് ഉറപ്പാ. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്തായാലും പോലീസ് അവന് ചോദ്യം ചെയ്യട്ടെ. അപ്പൊ അറിയാമല്ലോ സത്യം എന്താണെന്ന്. അല്ല മായച്ചി,
ജ്യോതി ആരോടും പറയാതെ പുറത്തു പോയിന്ന് നമുക്ക് ഡി കെ വിളിച്ചു പറഞ്ഞാലോ? വേണ്ട, അത് ചിലപ്പോ ഡി കെക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. കാര്യം എന്തൊക്കെ ആയാലും ജ്യോതി ഡി കെയുടെ ഭാര്യ. അവർ തമ്മില് ചില പിണക്കങ്ങളുണ്ടെന്ന് കരുതി നമ്മൾ ജ്യോതിയുടെ എന്തെങ്കിലും കുറ്റവും പറഞ്ഞുകൊണ്ട് ചെന്ന അതോടെ ചിലപ്പോ നമ്മൾ ഈ വീട്ടിൽ നിന്ന് പുറത്താവും. ഓ, അത് ഞാൻ ഓർത്തില്ല. എന്നാ പിന്നെ പറയണ്ട. എന്തായാലും ജ്യോതി തിരിച്ചു വരട്ടെ. അവളോട് ഇതൊന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ. ബെല്ലും ബ്രേക്കും ഇല്ലാത്ത അവളുടെ ഈ പോക്ക് നമ്മൾ അവസാനിപ്പിക്കും. എവിടെയായിരുന്നു ഇതുവരെ? ഇതൊരു വീടാ. ഇവിടെ അമ്മയുണ്ട്, നിന്റെ ഭർത്താവുണ്ട്, മരുമക്കളായ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. എവിടെയെങ്കിലും പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോകുന്നത് അതിന്റെ മര്യാദ. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ ഇവിടെ പറ്റില്ല. ഇവിടെ ഒരാൾക്ക് മാത്രം ഒരു നിയമവും മറ്റുള്ളവർക്ക് വേറൊരു നിയമവും അങ്ങനെയൊന്നുമില്ല. ഈ വീടിന്റെ ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച് എല്ലാവരും പെരുമാറിയേ പറ്റൂ. അത് അമ്മായിയമ്മയായാലും മരുമക്കളായാലും. കഴിഞ്ഞോ? ഞാൻ എവിടെ പോകുന്നു വരുന്നു എന്നുള്ള കാര്യം നിങ്ങളെയൊന്നും ബോധിപ്പിക്കേണ്ട ഒരാവശ്യം എനിക്കില്ല. അത് ചോദിക്കാൻ എന്റെ ഭർത്താവുണ്ട്, അമ്മയുണ്ട്. അവര് ചോദിക്കട്ടെ, അപ്പൊ ഞാൻ പറഞ്ഞോളാം. നിൽക്ക്. എവിടെയായിരുന്നു നീയ? ഞങ്ങളോട് ആരോടും പറയാതെ പുറത്തു പോകാൻ എന്ത് എമർജൻസിയാ നിനക്കുണ്ടായിരുന്നത്? അമ്മ, അത് എന്താ? വാട്ട് പ്രോബ്ലം? ടെൽ മീ. അമ്മ, ഞാനൊരു അത്യാവശ്യത്തിന് പോയതാ. അതെന്താണെന്നാ ഞാൻ ചോദിച്ചത്. ഇതിപ്പോ കൊലപാതകം ചെയ്യാനൊന്നും പോയതല്ലല്ലോ, രഹസ്യമാക്കി സൂക്ഷിക്കാൻ. കൊലപാതകം ചെയ്യാൻ പോയതല്ല, ശരിയാ. പക്ഷേ ഒരു കൊലക്കേസിലെ പ്രതിയെ പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ടി പോയതാ. ഓഹോ, നീയാണോ ആ പ്രതിയെ പിടിച്ചത്? അതെ. എന്തേ? ഭയങ്കരം തന്നെ അല്ലേ മായച്ചി? എന്നിട്ടാ പ്രദീപ് എവിടെ? നീ ആരുടെ കാര്യം ഈ പറയുന്നത്? അമ്മ, ഇവളുടെ ഏട്ടന്റെ കൂടെയുള്ള ഗുണ്ടയില്ലേ, ജാവേദ്, അവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചിട്ടാ ഞാൻ വരുന്നത്. അങ്ങനെ അവനെ പിടിക്കാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ പോയതല്ല. അബദ്ധത്തിൽ എന്റെ കയ്യിൽ കിട്ടിയതാ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാനുണ്ടോ? കഷ്ടം. പറ ജാവേദേ, എവിടെയായിരുന്നു ഇത്രയും ദിവസം? മടിക്കണ്ട, പറഞ്ഞോ. വേറെ രക്ഷയില്ല. സത്യം പറഞ്ഞേ പറ്റൂ. അവിനാഷിന് മദ്യത്തിൽ വിഷം കലർത്തി കൊടുത്തത് ജാവേദാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അറിയേണ്ട രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ആർക്ക് വേണ്ടി? അതിന് ജാവേദിന് എത്ര കിട്ടി? അപ്പോ ആദ്യം പറഞ്ഞു തുടങ്ങിക്കോ.